ഇന്നത്തെ ഈ വിശുദ്ധ ദിവസത്തോടനുബന്ധിച്ച് ദുഃഖവെള്ളിയാഴ്ച എന്നോ വലിയ വെള്ളിയാഴ്ചയെന്നോ നല്ല വെള്ളിയാഴ്ചയെന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്നതായിട്ടുള്ള ഈ അനുഗ്രഹീതമായിട്ടുള്ള ദിവസത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കുചേരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുവദിച്ചതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം. കൃത്യമായിട്ടിന്ന് ഒരു സുദീർഘമായിട്ടുള്ള ഒരു ആരാധനയാണ്. ഇപ്പോൾ ഏകദേശം 2:15 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗം ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യ പ്രസംഗം നമ്മുടെ അലക്സാണ്ടർ തോമസ് അച്ഛൻ നിർവഹിച്ചു കഴിഞ്ഞു. അവസാനം ഏതാനും ചില വാക്കുകളിൽ ഇന്നത്തെ ദിവസം ആരാധനകളിൽ പങ്കെടുത്ത് നമ്മൾ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ എന്താകുന്നു നമ്മുടെ ജീവിതത്തിൽ കുരിശിനോടും ക്രൂശിലെ സംഭവങ്ങളോടും പ്രത്യേകിച്ച് സഭയുടെ ഈ 50 ദിവസം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഈ നോമ്പിൻ്റെ അതിൻ്റെ അവസാന സമയത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ദിനങ്ങൾ നമുക്ക് ശക്തി തരുന്നതായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാകുന്നു? ക്രൂശ് പോഷത്വമെന്ന് ചിന്തിച്ചിരുന്നതായ പ്രത്യേക പശ്ചാത്തലത്തിൽ കുരിശിനെ രക്ഷയുടെ അനുഭവമായി ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന ശക്തിയായി തിരിച്ചറിയുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചിട്ടുള്ള നമ്മെ സംബന്ധിച്ച് ഇന്നത്തെ ഈ കുരിശിൻ്റെ ധ്യാനം നമ്മളിൽ ഉണ്ടാക്കുന്നതായ പ്രതികരണം എന്താകുന്നു എന്നുള്ളതൊക്കെയും നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരാമെന്നത്രേ ആഗ്രഹിക്കുന്നു. ഇത് പ്രിയപ്പെട്ട അച്ഛൻ പ്രസംഗിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുകയുണ്ടായി, നമ്മുടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ നമുക്ക് കുരിശിൻ്റെ ധ്യാനം ഉണ്ടാകണം, കർത്താവിൻ്റെ കരുണയുടെ ഇടമാകുന്നു കുരിശ്, മധ്യസ്ഥതയുടെ അനുഭവമാകുന്നു കുരിശ് എന്നൊക്കെ ഓർപ്പിക്കുകയുണ്ടായി. യാമപ്രാർത്ഥനകളെപ്പറ്റി ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഞാനപ്പോൾ ആശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന എന്നെ സംബന്ധിച്ച് 3 മണി നേരത്തെ പ്രാർത്ഥനയെപ്പറ്റി ഓർത്തു. ആശ്രമത്തിൻ്റെ റെഗുലർ റുട്ടീനിലുള്ള പ്രാർത്ഥനകളിൽ 5 നേരത്തെ പ്രാർത്ഥനകളിൽ ഒന്നാണ് 3-ാം മണി നേരത്തെ പ്രാർത്ഥന. അതിന് പറയുന്നത് മെഡിറ്റേഷൻ ഓൺ ദ ക്രോസ് എന്നാണ്, കുരിശിൻ്റെ ധ്യാനം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പേര് കൊടുത്ത് നമ്മുടെ സഭയുടെ മറ്റെവിടെയെങ്കിലും അതുപോലെയുള്ള അധികം പ്രാർത്ഥനകൾ നമ്മുടെ ആ സമയത്ത് യാമപ്രാർത്ഥനയുണ്ട്. എന്നാൽ ആ ഒരു പ്രത്യേക ടൈറ്റിലോടുകൂടെ കുരിശിൻ്റെ ധ്യാനം, മെഡിറ്റേഷൻ ഓൺ ദ ക്രോസ്, അതച്ഛൻ പറഞ്ഞതുപോലെ അധികം സമയമൊന്നുമില്ല. 3-ാം മണി നേരത്ത് സാധാരണ നല്ല ചൂടുള്ളതായിട്ടുള്ള സമയത്തൊക്കെ അവിടെയൊക്കെയുള്ള എല്ലാവരും ചാപ്പലിൽ ഒന്നിച്ചു കൂടി വരിക എന്നുള്ളത് പലപ്പോഴും ഒരു അസൗകര്യം തോന്നുന്നതായൊരു സമയമാണ്. അവിടെ വരുന്ന നമ്മുടെ സെമിനാരി വിദ്യാർത്ഥികളും ഒക്കെയും അത് പലപ്പോഴും പറയാറുണ്ട്, ഒരു ചെറിയ ഉറക്കം കിട്ടിയ സമയമാണ്, ഒരു ചെറിയ വിശ്രമത്തിനുള്ള ഒരു സമയമായിരുന്നു. അന്നേരമാണ് 3-ാം മണിയുടെ ബെല്ലടിക്കുന്നത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉള്ള ഒരു, മുമ്പേ അച്ഛൻ പറഞ്ഞ പോലെ സിൻസിയറായിട്ടുള്ള ഒരു റെസ്പോൺസായിരുന്നു. നമ്മെ സംബന്ധിച്ചും പലപ്പോഴും ഈ ആരാധനയും നേരത്തെ ധ്യാനവും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ പലപ്പോഴും ഒരു അസൗകര്യമായിട്ടൊക്കെ നമുക്കോ നമ്മുടെ തലമുറയിൽ ഉള്ളവർക്കോ ഒക്കെ തോന്നുക എന്നുള്ളത് ഒരു സിൻസിയർ റെസ്പോൺസ് മാത്രമാണ്. എന്നാൽ അതിനെ എത്രമാത്രം നമുക്ക് ഇന്ന് അർത്ഥവത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്ന ഈ ക്രിസ്തു സംഭവത്തെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ വലിയ ഉത്തരവാദിത്വം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മെഡിറ്റേഷൻ ഓൺ ദ ക്രോസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥനകളിൽ ഒന്നാണ്. 3-ാം മണി നേരത്തെ അവർ പറയുന്നത് ദ അവർ ഓഫ് മേഴ്സി എന്നാണ്, കരുണയുടെ സമയമാകുന്നു. ഇപ്പോൾ കരുണയുടെ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പതിവ് കാത്തലിക്സിനുണ്ട്. കർത്താവ് കുരിശിൽ തൻ്റെ പ്രാണനെ വെടിഞ്ഞതായിട്ടുള്ള സമയം അതാണ് 3-ാം മണി നേരം. അപ്പോൾ ആ 3-ാം മണി നേരത്തെ പ്രാർത്ഥന
കുരിശിനെ ധ്യാനിക്കുന്നതായൊരു പാട്ടുപാടും. അതിനോട് ചേർന്ന് വളരെ കുറച്ച് സമയം 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ക്രൂശിലൂടെ എന്താണ് സാധ്യമായി തീർന്നത്, ലോകരക്ഷയ്ക്ക് സാധ്യമായി തീർന്നത്, എൻ്റെ ജീവിതത്തിന് എൻ്റെ ക്രൂശ് എൻ്റെ ജീവിതത്തിൽ നൽകുന്ന സ്വാധീനം എന്താണ്, എൻ്റെ ശുശ്രൂഷയിൽ കുരിശ് എങ്ങനെയാണ് പ്രചോദനമായി തീരുന്നതെന്നൊക്കെ ധ്യാനിച്ചുകൊണ്ട് ഓരോ ദിവസവും ശുശ്രൂഷയിൽ പങ്കുചേരുന്നതായിട്ടുള്ള അനുഭവം. യേശു ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയിലുള്ള ഉൾച്ചേരലാണ് നമ്മുടെ ക്രൂശ് ധ്യാനത്തിൽ ഈ ദിവസങ്ങളിലെ പ്രത്യേകിച്ച് ഈ നോമ്പ് ധ്യാനങ്ങളിലൂടെയും പ്രത്യേകമായിട്ട് ഈ പീഡാനുഭവ വാരത്തിലെ ശുശ്രൂഷകളിലൂടെയൊക്കെയും നമുക്ക് തീരേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയുമായി നമുക്ക് ഉൾച്ചേരുവാനായിട്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈ പീഡാനുഭവ വാരത്തെ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങൾ ഇതിൽ പങ്കുചേരുന്നത് കണ്ട് വളരെ സന്തോഷം തോന്നി. അവർ രാവിലെ 9 മണി മുതൽ ഇവിടെ മുഴുവൻ സമയവും നല്ല അറ്റൻറ്റീവായിട്ടിരുന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നത് വലിയൊരു അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുന്നു. ഇടവകയെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചതായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്, പ്രിയപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ അച്ഛൻ കുരിശിലെ മൊഴി അതെങ്ങനെയുള്ള വാക്കുകളാണ് ആ കുരിശിൽ നിന്ന് പുറപ്പെട്ടത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ടൊക്കെ സാധിച്ചു. അതിനോടനുബന്ധിച്ച് കുരിശിൻ്റെ പ്രാധാന്യം എന്താണ്, കുരിശ് നമുക്ക് നൽകിത്തരുന്ന സന്ദേശം എന്താണ് എന്ന് ചുരുക്കമായിട്ട് ചിന്തിക്കാം. കുരിശ് നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിനെ കുരിശിച്ചതോടൊപ്പം തന്നെ 2 കള്ളന്മാരെയും അവനോടൊപ്പം ക്രൂശിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കാൽവറി ക്രൂശിൽ എത്ര കുരിശ് ഉയർന്നു? അന്നത്തെ ദിവസം കാൽവറി മലയിൽ എത്ര കുരിശ് ഉയർന്നു കുഞ്ഞുങ്ങൾ? 3 കുരിശ്. അതിൽ യേശുവിൻ്റെ കുരിശ് എവിടായിരുന്നു? നടുവിലായിരുന്നു. അത് ഇടത്തേതാണോ വലത്തേതിലാണോ ഏത് കള്ളനോടാണ് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ സംശയം, അല്ലേ? അപ്പോൾ ഇടത്തും വലതുമായി 2 കള്ളന്മാരെ കുരിശിച്ചു എന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശ്, അതോടൊപ്പം തന്നെ മാനസാന്തരപ്പെട്ടു വന്ന ഒരു വ്യക്തിയുടെ കുരിശ്, അതോടൊപ്പം തന്നെ നിന്ദിച്ചവനായ ഒരു വ്യക്തിയുടെ കുരിശ്. ഒന്ന് രക്ഷയുടെ കുരിശ്, അതാണ് യേശുവിൻ്റെ കുരിശ്. 2 അനുതാപത്തിൻ്റെ കുരിശ്. 3-ാമത്തെ കുരിശ് പരിഹാസത്തിൻ്റെ കുരിശാണ്. ഈ യേശുവിൻ്റെ ക്രൂശ് ഇതിൻ്റെ മധ്യത്തിലാകുന്നു. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിൽ കുരിശ് രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്, എന്നാൽ ലോകത്തിൻ്റെ മുൻപിൽ അത് ഭോഷത്വമാണ്. ലോകത്തിലെ ജ്ഞാനികൾക്കത് ഭോഷത്വമാണ്. എന്താണ് കുരിശിൻ്റെ പ്രത്യേകത എന്ന് അവർ ചോദിക്കും. കുരിശിനെ പലപ്പോഴും അവഹേളനാപരമായിട്ടുള്ള അനുഭവത്തോടുകൂടെ നോക്കിക്കാണുന്ന ഒരു സമൂഹമുണ്ട്. എന്നാൽ കുരിശിനെ നോക്കി അനുതപിക്കുന്നതായ, ജീവിതത്തെ രൂപാന്തരപ്പെടുകയും പുതുക്കുവാനും സമയം കണ്ടെത്തുന്നതായ വിശ്വാസ സമൂഹവുമുണ്ട്. അതുകൊണ്ട് കുരിശിൻ്റെ സന്ദേശം എന്താകുന്നു, ആ കുരിശ് എങ്ങനെ നിർമ്മിക്കപ്പെട്ടുവെന്നോ, കുരിശ് എന്ത് വസ്തുവാകുന്നുവെന്നോ, അല്ലെങ്കിൽ കുരിശിൻ്റെ അടയാളം ആകൃതി എന്താകുന്നു എന്നുള്ളതല്ല. പിന്നെയോ ആ കുരിശിനെ വ്യത്യസ്തമാക്കി തീർത്തത് എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ കുരിശ് വ്യത്യസ്തമായി തീർന്നത് ആ കുരിശ് നൽകിയതായിട്ടുള്ള സന്ദേശം കൊണ്ടാണ്. അതാണ് അച്ഛൻ ഇവിടെ പറയുവാനായിട്ട് ഒരു പരിധിവരെ ശ്രമിച്ചത്. അതായത് അവിടെ പ്രാർത്ഥനയുടെ ഇടവും ക്ഷമയുടെ ഇടവും ഒക്കെ ആയി തീർന്നതുകൊണ്ടാണ് അത് വ്യത്യസ്തതയുള്ള കുരിശായിട്ട് തീരുവാനായിട്ട് സാധിച്ചത്. മറ്റുള്ളവരെ ശപിച്ചുകൊണ്ട് ആ കുരിശിൽ അതിവേദനയോടുകൂടെ മനുഷ്യൻ്റെ അവസാനം കുറിച്ചിരുന്നുവെങ്കിൽ, യേശുവിൻ്റെ കുരിശ് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണം ഉളവാക്കിക്കൊണ്ട് അതിലേക്ക് നോക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്ന അനുഭവത്തോടുകൂടെ അതൊരു ബന്ധങ്ങളുടെ പുനഃസ്ഥാപനമായി തീരുകയാണ്. ഇന്ന് നമ്മൾ അവസാനമായിട്ട് പാടിയതായിട്ടുള്ള പാട്ട്, ജീവനുണ്ടാം ഏക നോട്ടത്താൽ ക്രൂശിങ്കൽ ജീവനുണ്ടാം ഇപ്പോൾ നിനക്ക്. അപ്പോൾ വിശ്വാസത്തോടുകൂടെ ഒരു വ്യക്തി കുരിശിനെ നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രക്ഷയുടെ അനുഭവം, അതിൻ്റെ അനുഭവക്കാരായി തീരുവാൻ നമുക്ക് സാധിച്ചവരാണ്.
അതുകൊണ്ട് തലമുറകളിലൂടെയാണ് നമുക്ക് ഈ ഒരു രക്ഷയുടെ സന്ദേശം ലഭ്യമായിരിക്കുന്നത്. നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല നമ്മളിന്ന് ഇവിടെ ആയിരിക്കുന്നത്. പിന്നെയോ നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, അവർ വിശ്വസിച്ചതായിട്ടുള്ള ഒരു വിശ്വാസ സത്യം, യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, ആദിമസഭ മുതൽ ഏറ്റുപറഞ്ഞതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അനുഭവം. നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കൊണ്ടാടുന്നു, നിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യും. ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായി നമുക്ക് തീരുവാനായിട്ട് സാധിച്ചു. ഒരു വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ അവസാനത്തെ റൂഷ്മയിൽ രണ്ടാമത് പറയുന്നത് എന്താണ്? ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന സ്ലീബയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവരെ. അപ്പോൾ യേശുവിൻ്റെ കുരിശിനാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടവരുമാകുന്നു നമ്മളെന്നുള്ളതായ വലിയ ബോധ്യം നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു അനുഭവത്തിൽ നിലനിൽപ്പാനായിട്ട് ഇന്ന് സാധിക്കുന്നത്. ഇന്നത്തെ ദുഃഖവെള്ളിയാഴ്ച ദിവസത്തെ ആരാധനകളിൽ പങ്കെടുത്ത് ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഇവിടെയുള്ള ചില റെസ്പോൺസസ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അനേക ആളുകൾ യേശുവിൻ്റെ കുരിശിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. യേശുവിൻ്റെ കുരിശ് അന്നേരം ഉയർന്നു വന്ന ഒരു യാദൃച്ഛിക സംഭവമായിരുന്നില്ല, പിന്നെയോ അനാദിയായി ദൈവത്തിൻ്റെ വലിയ രക്ഷാപദ്ധതിയുടെ അനുഭവമായിരുന്നു കുരിശിൽ കണ്ടത്. അതേ ദൈവത്തിൻ്റെ മനസ്സിൽ ഉയർന്ന ആ കുരിശിൻ്റെ പ്രതിഫലനമായിരുന്നു ആ തടിക്കുരിശിൽ, കാൽവറിയിൽ, ഗോൽഗൊഥായിൽ, യെരുശലേമിന് പട്ടണത്തിന് പുറത്തായിട്ട് കാൽവറി കുന്നിൽ ഉയർത്തപ്പെട്ടതായിട്ടുള്ള കുരിശിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ കുരിശിലൂടെ യേശുവിൻ്റെ ജീവിതം അതിനോട് സമാനമായി അതിനോട് പ്രതികരിച്ച അനുഭവത്തിലാകുന്നു കുരിശ്, യേശുക്രിസ്തുവിൻ്റെ കുരിശ് നമുക്ക് രക്ഷയ്ക്ക് നിദാനമായി തീർന്നത്. ഇവിടെ പറയുന്നത് മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൽ അവിടെ 39 വരെയുള്ള വാക്യങ്ങളിൽ കുരിശിക്കപ്പെട്ടതിന് ശേഷം പലരും വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന്, കുരിശിൻ്റെ അടുക്കൽ വന്ന് പല രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നു, കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവത്തിനെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. അതാകുന്നു യേശുവിൻ്റെ കുരിശിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തനിക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി യേശു കുരിശ് ഉപയോഗിച്ചില്ല. അവിടെ തൻ്റെ ശക്തി തെളിവാക്കി തൻ്റെ അടുക്കൽ വന്നവരെയെല്ലാം നിഗ്രഹിച്ച് അവന് കുരിശിൻ്റെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള അവസാനത്തെ സന്ദർഭം പോലും യേശു ആ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യൂദാ ഇസ്കരിയോത്താവിനെ പറ്റി വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില എഴുത്തുകൾ കാണുവാനായിട്ട് സാധിച്ചു. എന്തിനാണ് ഇസ്കരിയോത്ത യൂദാവിനെ ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മളെപ്പോഴും ചിത്രീകരിക്കുന്നത്? ഇസ്കരിയോത്ത യൂദാവ് ചെയ്തതായിട്ടുള്ള തെറ്റെന്താണ്? ഇസ്കരിയോത്ത യൂദാ ചിന്തിച്ചത് ഒരു പക്ഷെങ്കിൽ ഇവൻ ഒറ്റിക്കൊടുത്ത പണവും എനിക്ക് കിട്ടും, നമുക്കത് ഉപയോഗിക്കാം. എന്നാൽ അവൻ അങ്ങനെയുള്ള പടയാളികളുടെ അവനെ പിടിച്ചു കെട്ടാൻ വരുന്നവരെ താഴെയിട്ടിട്ട് അവൻ സ്വതന്ത്രനായി പുറത്തു വരുമെന്നുള്ള ചിന്തയായിരുന്നു ഒരു പക്ഷെങ്കിൽ യൂദായ്ക്കും ഉണ്ടായിരുന്നത്. യൂദാ യേശുവിൻ്റെ മരണത്തിന് കാരണക്കാരനായി തീർന്നതിൽ എന്തിനാണ് നമ്മളവനെ പഴിക്കുന്നത്? തൻ്റെ ഗുരുവില്ലാതെ ഇരിക്കുന്ന ഒരു ലോകത്തിൽ തനിക്കും ജീവിക്കണ്ട എന്ന് പറഞ്ഞ് യൂദാ കിട്ടിഞ്ഞാന്ന് ചാവുകയായിരുന്നു എന്നൊക്കെയുള്ള പല എഴുത്തുകളും വായനകളുമൊക്കെ ഇന്ന് നിലവിലുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ തൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവൻ തന്നെത്താൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് കുരിശെന്ന് പറയുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള അനുഭവമല്ല, പിന്നെയോ മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്താൽ ദൗത്യത്തിൽ ഏർപ്പെടുന്ന ആൾ, ദൈവം നിയോഗിക്കുന്ന ആളുടെ ദൗത്യത്തിൽ അതിൻ്റെ ഏത് ഭാരവും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിക്കൊള്ളട്ടെ അതിനെ നേരിടുവാനുള്ള വലിയ കരുത്താർജിക്കുന്ന ആളുടെ അനുഭവമാകുന്നു കുരിശെന്ന് പറയുന്നത്. നാം എല്ലാവരും വേദന അനുഭവിക്കുന്ന വ്യക്തികളാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വേദനകൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ട്.
എന്നാൽ അവയൊക്കെ നമുക്ക് സധൈര്യം നേരിടുവാൻ ശക്തി തരുന്ന, നമ്മുടെ പരിശോധനകളിൽ പ്രതിസന്ധിയിൽ തളരാതെ നിൽക്കുവാൻ നമുക്ക് പെർസിവിയറൻസ് നൽകിത്തരുന്ന, സഹനം നൽകിത്തരുന്ന, ക്ഷമ നൽകിത്തരുന്ന ഒരു അനുഭവമാണ് കുരിശ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ തുടർന്ന് നമ്മൾ കാണുന്നത് മഹാപുരോഹിതൻ സാക്ഷ്യം പറയും. ചില ആളുകൾ ദൂരത്തു നിന്ന് നോക്കുന്നു, അവനെന്ത് സംഭവിക്കുന്നു. ചിലരൊക്കെ സഹതാപത്തോടുകൂടെ നോക്കുന്നവരുണ്ട്, എന്നാൽ അവരും ദൂരെ നിന്ന് മാത്രമാണ് നോക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ അമ്മ, അതുപോലെയുള്ള ചില സ്ത്രീകളെ പറ്റി ഇവിടെ വർത്തമാനം നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുവിൻ്റെ അമ്മയെ സംബന്ധിച്ചോളം സ്വന്തം മകൻ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നതായിട്ടുള്ള ആ കാഴ്ചയ്ക്ക് മുൻപായിട്ട് കുരിശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആ വികാരഭരിതമായിരിക്കുന്ന രംഗവും നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആ കുരിശിൻ്റെ ചുവട്ടിൽ യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുകയാണ്. മറിയോട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ എന്ന് പറയുകയാണ്. ആ കുരിശിൻ്റെ ചുവട് അവിടെ ഒരു ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നതായ, ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതായിട്ടുള്ള അവസരം അവിടെ ലഭിക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചോളം കുരിശ് എന്ന് പറയുന്നത് അതിപ്രധാനമായിട്ടുള്ള അനുഭവമാകുന്നു. അത് ദൈവബന്ധവും മനുഷ്യബന്ധവും ഒരുപോലെ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നതായിട്ടുള്ള അനുഭവമാകുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ആളുകളെയും ഈ കുരിശിൻ്റെ സ്ലീബായുടെ അടയാളത്താലാണ് അവരെ ആശീർവദിച്ച് പറയുന്നത്, നിങ്ങൾ ഈ കുരിശിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ, ആ റെക്കൺസിലിയേഷനിൽ നിങ്ങൾ ജീവിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ അനുഗ്രഹീതമായ കുടുംബജീവൻ നയിപ്പാനായിട്ട് സാധിക്കുന്നതെന്ന്. മശിഹ തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെയാണ് പരസ്പരമുള്ള നിങ്ങളുടെ സ്നേഹമായിരിക്കേണ്ടത് എന്ന് പറയുകയാണ്. ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവം അതാകുന്നു ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മെ സമയത്തോളം ക്രൈസ്തവരായി, വിശ്വാസികളായി നാം ഈ ലോകത്തിൽ നിലനിൽക്കുമ്പോൾ ഈ നമുക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും ജീവിതത്തിൽ വീണ്ടെടുപ്പിൻ്റെ അനുഭവങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഈ കുരിശിൻ്റെ അനുഭവമാകുന്നു. യേശു ക്രിസ്തു ഉയർത്തിയതായിട്ടുള്ള ആ കുരിശിൻ്റെ അനുഭവമാകുന്നു, അവനിലൂടെ ലഭിച്ച രക്ഷയുടെ അനുഭവമാകുന്നു എന്നുള്ളത് നമ്മളെല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മാത്രമല്ല വേദന അനുഭവിക്കുന്നവർ, ഒരുപാട് പേർ വേദന അനുഭവിക്കുന്നവരായിട്ട് തീർന്ന് ഈ ലോകത്തിൽ പലതരത്തിലുള്ള സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കുരിശ് വഹിക്കുന്നവർ അനേകരുണ്ട്. ലോകത്തിൽ നമുക്ക് ഇന്ന് ഇവിടെ വന്ന് ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമുക്കൊരു പരിധിവരെ അതിനുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. എന്നാൽ അനേക തരത്തിൽ പീഡ അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അവരുടെ കുരിശാനുഭവങ്ങളെ നോക്കിക്കൊണ്ട് നമുക്ക് നിഷ്ക്രിയരായിരിക്കുന്നതിനോ അവരോട് കേവലം സഹാനുഭൂതിയോടുകൂടെ തീരുന്നതിനോ മാത്രമല്ല, ഈ കുരിശ് നമുക്ക് അവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതയുടെ അനുഭവത്തെ നമ്മുടെ മുൻപിൽ അതിനുള്ള വെല്ലുവിളി നൽകുന്നതായിട്ടുള്ള അനുഭവം കൂടെയാകുന്നു. അതുകൊണ്ട് ഇന്ന് കഷ്ടപ്പെടുന്നതായിട്ടുള്ള ക്രൈസ്തവരെ, അതുപോലെ പീഡ അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകൾ, മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ച് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു കടപ്പാടോടുകൂടെ നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ കൃപയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കുരിശ് നമുക്കിന്നൊരു പ്രചോദനമായി തീരട്ടെ. കുരിശ് നമ്മുടെ ശക്തി വീണ്ടെടുക്കുന്ന ഒരു അനുഭവമായി തീരട്ടെ. കുരിശിനോടുള്ള ഒരു ഐക്യദാർഢ്യത്തിൻ്റെ അനുഭവം നമുക്ക് പുലർത്തുവാനായിട്ട് സാധിക്കണം. ഐക്യദാർഢ്യം എന്ന് പറയുമ്പോൾ എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ കർത്താവ് പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ തന്നെ താൻ തിരിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തീയമായിട്ടുള്ള നമ്മുടെ വഴിയിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്തതായിട്ടൊരു അനുഭവമാകുന്നു കുരിശനുഭവം എന്ന് പറയുന്നത്. അതിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ വേദനയുടെ മുമ്പിൽ, സഹനങ്ങളുടെ മുൻപിൽ അത് കണ്ടില്ല എന്നടിച്ച് ഒളിച്ചോടുന്നതിനോ പിന്മാറുന്നതിനോ ഉള്ള ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമുക്ക് അവരോടൊപ്പം നിൽക്കുവാനും യേശുവിൻ്റെ കുരിശിനോടൊരു ആരാധനാ മനോഭാവം മറിയം പുലർത്തിയതുപോലെ പുലർത്തുന്നതിനും അതിനേക്കാൾ ഉപരിയായിട്ടൊരു സോളിഡാരിറ്റിയുടെ അനുഭവത്തോടുകൂടെ
കുരിശെടുത്തുകൊണ്ട് പിൻഗമിക്കുന്നതിനും മറ്റുള്ളവരുടെ കുരിശാനുഭവങ്ങളിൽ അവരുടെ ഭാരങ്ങളെ ചുമക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സജ്ജരാക്കുന്നതിലൂടെയും ദുഃഖവെള്ളിയാഴ്ചത്തെ നമ്മുടെ ഈ ശുശ്രൂഷാനുഭവം നമുക്ക് കൂടുതൽ അർത്ഥവത്തായി തീരണം. അവിടുന്ന് നമുക്ക് വേണ്ടി ശരീരത്തിൽ പീഡ അനുഭവിച്ചു എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. ദൈവം നമുക്ക് വേണ്ടി വേദന സഹിച്ചു. അവൻ നമ്മോടൊപ്പം എല്ലായ്പ്പോഴും വേദന പങ്കിടുന്നവനാണ്. നമ്മുടെ വേദനകളെ അവൻ വഹിക്കുന്നവനാണ്. നമ്മുടെ ദുരിതബാധകളിൽ നമ്മൾ തനിയെയല്ല. നമ്മൾ കുരിശെടുക്കുന്നത് തനിയെ ക്ഷീണിതരാകുന്നതിന് വേണ്ടിയല്ല. നാം കുരിശെടുക്കുന്നതായിട്ടുള്ള പാതയിൽ നമ്മോടൊപ്പം ഈ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു യേശുവിൻ്റെ സാന്നിധ്യവും നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ ഈ ലോകത്തിൽ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കുരിശിനോടൊപ്പം സഹനത്തിൻ്റെ വഴികളിലൂടെ ഉദ്ധാനാനുഭവങ്ങളിൽ പങ്കുചേരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവെ, നീ ശരീരത്തിൽ പീഡയുള്ള ഏറ്റതുകൊണ്ട് നിനക്ക് സ്തുതിയെന്ന് പറയുവാൻ കർത്താവിന് മഹത്വം കരയറ്റിക്കൊണ്ട് ശിഷ്ടകാലം കർത്താവിൻ്റെ കുരിശിൻ്റെ അനുഭവക്കാരായി അവനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ രക്ഷയിൽ സന്തോഷിപ്പാനും ആനന്ദിപ്പാനും ആ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ.